ഇസ്ലാം എന്നത് ഒരു മനുഷ്യന്റെ ഇബാദത്തുകളുടെ ഷർത്തും ഫضലും പറയുന്നിടത്ത് മാത്രമോ, അതല്ലെങ്കിൽ കുറച്ച് നിയമങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്ന രംഗങ്ങളിലോ അവന്റെ ഇബാദത്തുകളും മറ്റുമൊക്കെ എങ്ങനെ ആയിരിക്കണം, കർമ്മങ്ങളുടെ കൈഫിയത്തും അതിന്റെ രൂപവും ഒക്കെ മാത്രം പഠിപ്പിക്കുന്ന ഒരു ദർശനമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ലോകത്ത് ഒരു മുസ്ലിം ഏതൊക്കെ രംഗങ്ങളിൽ ഇടപഴകുന്നുണ്ടോ, അവന്റെ ദുനിയവിയായ ജീവിതത്തിലാകട്ടെ സമകാലിക വിഷയങ്ങളാകട്ടെ, അവൻ ഏതൊക്കെ രംഗങ്ങളിൽ ഇടപെടുന്നോ ആ രംഗങ്ങളിലെല്ലാം കൃത്യമായ ഒരു കാഴ്ചപ്പാട് അവനുണ്ടാകാൻ ഇസ്ലാം അവനെ ത്വരപ്പെടുത്തുന്നു. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ കുറിച്ചും നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പല വിഷയങ്ങളെ സംബന്ധിച്ചും സമകാലികമായ പല വിഷയങ്ങളെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ അറിയുന്നത്, നമ്മൾ പഠിക്കുന്നത് പലപ്പോഴും മാധ്യമങ്ങളിലൂടെയാണ്. ചാനലിൽ ചർച്ചകളിലൂടെയും പത്രങ്ങളിലെ എഡിറ്റോറിയലുകളും കോളങ്ങളും ഒക്കെ പരിശോധിച്ചും വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ മറ്റും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് സമകാലിക വിഷയങ്ങളെ സംബന്ധിച്ചും നമ്മുടെ ചുറ്റുപാടിനെ സംബന്ധിച്ചുമൊക്കെ നമ്മളൊരു നിലപാടുണ്ടാക്കിയെടുക്കുന്നത്. പല വാർത്തകളും വരുമ്പോൾ ആ വാർത്തകളില് കണ്ടന്റ് എന്താണ് എന്ന് മനസ്സിലാക്കി, അത് വായിച്ച് മനസ്സിലാക്കി ആ വാർത്ത നമുക്ക് അയച്ചു തന്ന, അതല്ലെങ്കിൽ അത് പടച്ചുവിട്ട മനുഷ്യൻ ഏതൊരു ദിശയിൽ നമ്മൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചോ, നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്ന് ആ മെസ്സേജ് ഉണ്ടാക്കിയവൻ, ആ ചാനൽ ചർച്ചയിലെ ഇന്റർവ്യൂ നടത്തിയ ആള് എന്താണോ ഉദ്ദേശിച്ചത് അതേ രൂപത്തിലേക്ക് നമ്മുടെ തലച്ചോറിനെ നമ്മൾ തിരിച്ചുവിട്ടുകൊണ്ട് അവരുദ്ദേശിച്ച രൂപത്തിലേക്ക് നമ്മുടെ നിലപാടുകൾ എത്തിക്കുകയും നമ്മുടെ കാഴ്ചപ്പാടുകളെ ആ ഒരു തരത്തിലേക്ക്, ആ ഒരു ദിശയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഏറ്റവും വലിയ ഡെമോക്രസിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഏറെ കൂലങ്കഷമായ ചർച്ചകളാണ് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിൽ, അഥവാ ചാനലുകളും ചർച്ചകളും പത്രമാധ്യമങ്ങളുമൊക്കെ, ഈ മാധ്യമങ്ങളൊക്കെ നമ്മളിലേക്ക് വാർത്തകൾ എത്തിക്കാൻ അവരെത്രത്തോളം നിഷ്പക്ഷമായിട്ടാണ് അത് ചെയ്യുന്നത് എന്ന വിഷയത്തിൽ RSF നടത്തിയ ഒരു സർവേയിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് 190 രാജ്യങ്ങളുള്ളതിൽ 151ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അഥവാ നമ്മൾ സ്വാതന്ത്ര്യമുണ്ട് എന്ന് മുറവിളി കൂട്ടുന്ന, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെപ്പോലും പരിഹസിച്ച് സംസാരിക്കാനും വിമർശിച്ച് സംസാരിക്കാനും ഇന്ത്യയുടെ ജുഡീഷ്യറിയെ പോലും ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ബോഡിയാണ് മാധ്യമങ്ങളെന്നും മീഡിയ എന്നും നമ്മൾ ആക്രോശിക്കുമ്പോഴും നമ്മൾ അറിയാത്ത യാഥാർത്ഥ്യം എന്ന് പറയുന്നത് 190 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 151ാമത്തേതാണ്. എന്താണ് ഇതിന് കാരണം? പല മാധ്യമങ്ങളും പല പത്രങ്ങളും ഇന്ന് ഉടമപ്പെടുത്തുന്നത് പല കോർപ്പറേറ്റുകളുമാണ്, പല രാഷ്ട്രീയ പാർട്ടികളുമാണ്, പല വലിയ വലിയ സ്ഥാപനങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ മാധ്യമങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അവരേതൊരു ദിശയിലാണ് ആളുകൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടി, അവരുടെ കോർപ്പറേറ്റ് ലാഭങ്ങൾക്ക് വേണ്ടിയും അവരുടെ പാർട്ടിയുടെ ഉന്നമനത്തിനു വേണ്ടിയും ഒക്കെ അവരേത് രൂപത്തിൽ ആഗ്രഹിക്കുന്നോ ആ രൂപത്തിൽ ആളുകൾ ചിന്തിക്കണമെന്ന് അവർ വിചാരിക്കുന്നുവോ ആ രൂപത്തിലേക്ക് തിരിച്ചുവിടാൻ പാകത്തിനാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഇന്ന് നിലകൊള്ളുന്നത്. സങ്കടകരമെന്ന് പറയട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിലെ മാധ്യമ സ്വാതന്ത്ര്യം ഇത്രയേറെ താഴേക്ക് പോകാൻ കാരണം. നമ്മുടെ രാജ്യം ഇത്ര വലിയ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരുന്നിട്ട് പോലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനേറെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു വിഷയത്തെ സമീപിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ 6-ാമത്തെ വചനം നമ്മൾ എല്ലാവരും ഏറെ ഗൗരവത്തോടു കൂടി പഠിച്ചിരിക്കേണ്ടുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു
വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇൻ ജാഅകും ഫാസിഖുൻ, ഒരു ഫാസിഖായ മനുഷ്യൻ, ഒരു തോന്നിയവാസിയായ മനുഷ്യൻ, അഥവാ അള്ളാഹുവിനെ അനുസരിക്കാത്ത, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമാകാത്ത ഒരു മനുഷ്യൻ ഇൻ ജാഅകും നിങ്ങളിലേക്ക് വന്നാൽ ബിനബഇൻ, ഒരു വാർത്തയും കൊണ്ട്, ഒരു വിവരവും കൊണ്ട് ഒരു ഫാസിഖ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ ഫതബയ്യനു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനൊരു ക്ലാരിറ്റി വരുത്തലാണ്, അതിനൊരു വ്യക്തത വരുത്തലാണ്. അത് കേൾക്കുമ്പോഴേക്ക് അത് വിശ്വസിക്കലോ, അത് ആളുകളിലേക്ക് ഷെയർ ചെയ്യലോ, അത് ആളുകളിലേക്ക് എത്തിക്കലോ അല്ല. ഫതബയ്യനു, നിങ്ങളതിൽ ക്ലാരിറ്റി വരുത്തണം, നിങ്ങളത് വേരിഫൈ ചെയ്യണം, നിങ്ങളതിൽ വ്യക്തത വരുത്തണം. എന്തിനാണ്? അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, നിങ്ങളുടെ ജഹാലത്ത് കൊണ്ട്, ആ വാർത്തയുടെ അയോഗ്യത കൊണ്ട്, അൻ തുസീബു ഖൗമൻ, നിങ്ങളൊരു ഖൗമിന് ആപത്ത് വരുത്താതിരിക്കാൻ വേണ്ടിയാണ്. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ അതിന് ശേഷം ആ സംഭവിച്ചു പോയതോർത്ത് എങ്ങനെയൊക്കെയോ നിങ്ങളുടെ വാർത്തകൾ എത്തിയത് നിമിത്തം, നിങ്ങൾ കൊടുത്ത വാർത്തകൾ നിമിത്തം, എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിച്ചത് നിമിത്തം, അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ അതോർത്ത് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞുതരാ, ഇൻ ജാഅകും ഫാസിഖുൻ, ഒരു ഫാസിഖ് വന്നാൽ ഫതബയ്യനു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് വേരിഫൈ ചെയ്യലാണ്, അതിൽ വ്യക്തത വരുത്തലാണ്, അതിന്റെ ഉള്ളറകൾ തേടി പോകലാണ്, അത് ശരിയാണ് എന്ന് 100ക്ക് 101 തവണ അത് ഉറപ്പ് വരുത്തലാണ്. നോക്കൂ, ഈ ആയത്ത് അവതരിച്ചത് ആരുടെ വിഷയത്തിലാണ്? വലീദ് ഇബ്നു ഉഖ്ബ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? ഹിജ്റ 9-ാം നൂറ്റാണ്ട് തബൂക്ക് യുദ്ധത്തിനൊക്കെ ശേഷം മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ, അവരിൽ പല ആളുകളെ ആയിക്കൊണ്ട് പല ഗോത്രങ്ങളിലേക്കും പല നാടുകളിലേക്കും സക്കാത്ത് പിരിക്കുവാനായി അയക്കുന്ന ഒരു സമ്പ്രദായം ആരംഭിക്കുകയാണ്. അങ്ങനെ ബനു ഉമയ്യ ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് വലീദ് ഇബ്നു ഉഖ്ബ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. അദ്ദേഹത്തെ ബനു മുസ്തലിഖ് ഗോത്രത്തിലേക്ക് സക്കാത്ത് പിരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ അയക്കുന്ന ഒരു രംഗം. അദ്ദേഹം മക്കം ഫത്ഹിന് മുമ്പേ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം സക്കാത്ത് പിരിക്കുവാനായി ബനു മുസ്തലിഖ് ഗോത്രത്തിലേക്ക് പുറപ്പെടുകയാണ്. എന്നാൽ അവിടെ എത്തുന്ന സമയത്ത് ഫലമ്മ ബലഗ ദിയാറഹും, അവരുടെ വീടുകളിലേക്ക്, അവരുടെ ആ ഗോത്രത്തിലേക്ക് അടുത്തു ചെല്ലുമ്പോഴേക്ക് ഖാഫഹും ഫറജഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് ഭയം വന്നു, അദ്ദേഹം വല്ലാതെ പേടിച്ചു. കാരണം ആ ആളുകളെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് പെട്ടെന്ന് കണ്ടപ്പോൾ, എന്താണത് കാണാനിടയായ ഒരു സന്ദർഭം നമ്മൾ പറയും, അവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്കും ഫഖാഫ, അദ്ദേഹം ഭയപ്പെട്ടു. ഫറജഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തിരിച്ചു ചെന്നു. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മനഊനി അസ്സകാത്ത്, അവര് സക്കാത്തിനെ തൊട്ട് എന്നെ തടഞ്ഞു, അവരെനിക്ക് സക്കാത്ത് നൽകിയില്ല. എന്നിട്ടോ വഹമ്മു ബിഖത്ലി, അവരെന്ത് ചെയ്തു? അവരെന്നെ കൊല്ലാൻ വേണ്ടി, അവരെന്നെ വകവരുത്താൻ വേണ്ടി തയ്യാറെടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു. വകാനു ബനുൽ മുസ്തലിഖി ഖദ് ഖറജു മുസ്തബ്ശിരീന ലിഖുദൂമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് ഓർത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവും പ്രതീക്ഷിച്ചിരുന്ന ബനു മുസ്തലിഖ് ഗോത്രക്കാർ വലീദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടി എല്ലാവരും കൂടെ അവരുടെ വീടുകളിൽ നിന്നിറങ്ങി ഓടി വന്നതാണ്. എന്നാൽ വലീദ് റളിയല്ലാഹു അൻഹു വിചാരിച്ചത് അദ്ദേഹത്തെ വകവരുത്താൻ വേണ്ടിയാണ് ഈ ആളുകൾ എല്ലാവരും കൂടി ഓടി വരുന്നത് എന്നാണ്. അദ്ദേഹം അത് കണ്ടപാടെ നേരെ തിരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അവരെനിക്ക് സക്കാത്ത് നൽകിയതുമില്ല, അവരെന്നെ കൊല്ലാൻ വേണ്ടി, എന്നെ വകവരുത്താൻ വേണ്ടി വന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ടോ ഫഹമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഗീറ അലൈഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ, അവരെ വകവരുത്താൻ വേണ്ടി, അവരെ നശിപ്പിക്കാൻ വേണ്ടി ആളുകളെ സജ്ജമാക്കുകയാണ്. കാരണം തന്റെ സ്വഹാബിയായ മുസ്ലിമായ ഒരു വ്യക്തിയെ സക്കാത്ത് പിരിക്കാൻ വേണ്ടി അവിടെ അയച്ചപ്പോൾ അവർ സക്കാത്തിനെ തൊട്ട് തടയുകയും അദ്ദേഹത്തെ വകവരുത്താനും വേണ്ടി തയ്യാറെടുത്തു എന്ന് തെറ്റിദ്ധരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പടയെ, തന്റെ സൈന്യത്തെ റെഡിയാക്കുകയാണ്. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അവതരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ,
ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. നിങ്ങളൊരു വാർത്ത ഒരാളിൽ നിന്ന് കേട്ടുകഴിഞ്ഞാൽ, ഒരു ഫാസിഖിന്റെ അടുക്കൽ നിന്ന് കേട്ടുകഴിഞ്ഞാൽ, ഫതബയ്യനു, നിങ്ങളതിൽ വ്യക്തത വരുത്താത്തത് എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിക്കുകയാണ്. ഫബഅസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. ആരെ? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. യതസബ്ബതു മിൻ അംരിഹിം, ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളാണ് അവിടെ ചെല്ലുന്നത് എന്ന് ആരും അറിയരുത്. രഹസ്യമായി കൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? ആ നാട്ടിൽ ചെല്ലണം. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് താങ്കൾ അറിഞ്ഞു മനസ്സിലാക്കണം. ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടെ ചെല്ലുന്നു. ഫവജദൂഹും, അവരെ കാണുന്നു. മുതമശ്ശികീന ബിദ്ദീൻ, അവർ ദീൻ മുറുകെ പിടിക്കുന്ന ആളുകളാണ്. അവർ ദീനിന്റെ എല്ലാ വിഷയങ്ങളിലും നല്ല കാർക്കശ്യമുള്ള ആളുകളാണ്. അവർ സക്കാത്ത് പിരിക്കുന്ന ആളുകളാണ്. സക്കാത്തിന്റെ വിഷയത്തിൽ അവർ ഗൗരവം കാണിക്കുന്ന ആളുകളാണ്. ഇവിടെ ഉണ്ടായത് ഒരു തെറ്റിദ്ധാരണയാണ്. വലീദ് റളിയല്ലാഹു അൻഹു ചെല്ലുകയും അവര് വന്നപ്പോ വലീദ് റളിയല്ലാഹു അൻഹുവിനുണ്ടായ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത് സംഭവിച്ചത് എന്ന് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പിന്നീട് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, വലീദ് റളിയല്ലാഹു അൻഹുവിനെയാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൽ ഫാസിഖ് എന്ന് വിശേഷപ്പെടുത്തിയത്. ഇവിടെ ഫാസിഖ് എന്ന് ഉദ്ദേശിച്ചത് മഹാനായ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ, പിന്നീട് ഇസ്ലാമിന്റെ ഭരണപ്രദേശങ്ങളിൽ ഗവർണറായി ചുമതലയേറ്റിട്ടുള്ള വലീദ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഈ ആയത്തിൽ ഫാസിഖ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. എന്താണ് അതിന് കാരണം? നോക്കൂ, ഫാസിഖ് എന്ന് പറഞ്ഞാൽ അല്ലദീ യഅ്സി വയുഖാലിഫു അംരില്ലാഹ്, അല്ലാഹുവിന്റെ ഒരു കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിച്ച ഒരാൾ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാട്ടിയ ഒരാൾ. എന്തുകൊണ്ടാണ് ഫാസിഖ് എന്ന് ഈ ഒരു ആയത്തിൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം? അവിടുന്ന് പറയുക, തഫ്സീർ തബരീയിൽ നമുക്ക് കാണാം, ഫഇന്നമാ സമ്മാഹു ഫാസിഖൻ, ഒരു ഫാസിഖ് എന്നിവിടെ വിശേഷിപ്പിക്കാൻ കാരണം ലമാ ളഹറ മിൻഹു മിനൽ മഅസിയ, ആ ഒരു വിഷയത്തിൽ, ഈ ഒരു സക്കാത്ത് പിരിക്കാൻ വേണ്ടി അദ്ദേഹം പോയ ഒരു വിഷയത്തിലുണ്ടായ തെറ്റിദ്ധാരണയുടെ ആ ഒരു വിഷയത്തിലാണ് ഫാസിഖ് എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. എന്നിട്ടോ വലൈസ ബികാഫിരിൻ, അദ്ദേഹം ഒരു കാഫിർ ഒന്നുമല്ല. വലാ റജഅ അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ തൊട്ട് അദ്ദേഹം പുറത്തു പോയിട്ടൊന്നും ഇല്ല. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയാ, കാന മിനൽ മുസ്ലിമീൻ, വലീദ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളാ. ഫഇന്നമാ അഖ്തഅ ഫീ നഖ്ലിൽ ഖബർ, ആ ഒരു വാർത്ത എത്തിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു തെറ്റ് സംഭവിച്ചു. അദ്ദേഹത്തിന് അവിടെ ഒരു അബദ്ധം സംഭവിച്ചു. അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ആ തെറ്റിദ്ധാരണയുടെ വിഷയത്തിൽ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബിയെ ഫാസിഖ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അവതരിപ്പിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇന്നമാ വസഫല്ലാഹു ബിൽ ഫിസ്ഖ്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാസിഖ് എന്ന്, ഫിസ്ഖ് എന്നത്, തെമ്മാടിത്തരം എന്നത്, തോന്നിവാസം എന്നത്, മോശം എന്നത് ഇവിടെ പറയാൻ കാരണം ഫി ഹാദിഹിൽ ഖിസ്സത്തി ഖാസ്സ, ഈ ഒരൊറ്റ സംഭവത്തിന്റെ പുറത്താണ്. ആ സ്വഹാബിയെ ലിഅന്നഹു അഖ്തഅ ഫിൽ ഖബ്രി വതസറഅ, അദ്ദേഹം വേഗത്തിലായി പോയി, കുറച്ച് ധൃതിക്കാരനായി പോയി, സത്യാവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കാതെ അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചു. അത് അദ്ദേഹം ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറഞ്ഞു. ഈ ഒരൊറ്റ വിഷയത്തിലാണ് അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞത്. അതൊരിക്കലും അദ്ദേഹത്തെ മോശപ്പെടുത്താനോ അദ്ദേഹത്തിന് വ്യക്തിഹത്യ ചെയ്യാനോ അദ്ദേഹത്തെ പറ്റി ആളുകൾ മോശം പറയാനോ അല്ല. ഇമാം തബരി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയാ, ആയതു ലിത്തഅലീമി വൽ ഇബ്റതി ലാ ലിതശ്ഹീർ, അദ്ദേഹത്തെ മോശപ്പെടുത്താനല്ല, ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ലിത്തഅലീമി, നമ്മൾ അറിയാൻ വേണ്ടിയാണ്. ഒരു വാർത്ത നമുക്ക് കിട്ടിയാൽ, ഒരു വിവരം നമ്മൾ മനസ്സിലാക്കിയാൽ, അത് ചാനലിലൂടെ ആകട്ടെ, വാട്സപ്പിലൂടെ ആകട്ടെ, ഫേസ്ബുക്കിലൂടെ ആകട്ടെ, യൂട്യൂബിലൂടെ ആകട്ടെ, ഇന്റർവ്യൂകളിലൂടെ ആകട്ടെ, അത് വാർത്തയിലൂടെ, പത്രത്തിലൂടെ നമ്മൾ വായിച്ചറിയുന്ന വിഷയമാകട്ടെ, ആ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ, ആ വിഷയത്തിൽ കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കിയെടുത്ത് അതിന്റെ സത്യാവസ്ഥ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് മറ്റൊരാളിലേക്ക് എത്തിക്കാനോ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാനോ ആ ഒരു വിഷയത്തിൽ കാഴ്ചപ്പാട് ഉണ്ടാകാനോ പാടുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആയത്തുള്ളത്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് ഏറെ ശ്രദ്ധേയമായ ഒരു പോയിന്റ് ആ ആയത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരാ. ഫീഹാ ദലീലുൻ, ഈ ആയത്തിൽ ഒരു തെളിവുണ്ട്. എന്താണ് ആ തെളിവ്? അലാ ഫുതൂറത്തി തസാറുഖ്,
നമ്മൾ വേഗത്തിലൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് ആളുകളിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് 5ഉം 10ഉം ആളുകളിലേക്കൊക്കെ കിട്ടിയ സെക്കൻഡിൽ തന്നെ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന വിഷയത്തിൽ ഫീ നഖ്ലിൽ ഖബർ, ഒരു വാർത്ത അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എത്തിക്കുന്ന വിഷയത്തിൽ വ ഇൻ കാന മിൻ സ്വാലിഹ്, ഈ പറയുന്ന ആൾ ഒരു നല്ല വ്യക്തിയാണ്, ഒരു സ്വാലിഹായ വ്യക്തിയാണെങ്കിൽ പോലും ഒരു വാർത്ത കേട്ടാൽ, ഒരു വിവരം കേട്ടാൽ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് കണ്ടെത്തി അതിനുവേണ്ടി സമയം ചെലവഴിച്ച് അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ട് നമ്മൾ ആ വാർത്തയിൽ വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമേ അത് വിശ്വസിക്കാനോ ആ ഒരു വിഷയത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവാനോ ആ ഒരു വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനോ അതിനും പുറമെ ഇത് ആളുകളിലേക്ക് എത്തിക്കാനോ പാടുള്ളൂ. സഹോദരങ്ങളെ, എത്ര ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ സമകാലിക വിഷയങ്ങൾ വരുമ്പോ ഇന്ന സ്കൂളിൽ ഇങ്ങനെ സംഭവിച്ചു എന്നറിയുമ്പോ, ഇന്ന ആളിങ്ങനെ പറഞ്ഞു എന്നറിയുമ്പോ, ഇന്ന ആളുടെ സ്ഥലത്ത് ഇന്നതുപോലെ സംഭവിച്ചു, ഇന്ന ആളിവിടെ പോയി എന്നറിയുമ്പോ, ഇന്ന ആളിന്റെ ചികിത്സയിലാണെന്നറിയുമ്പോ, കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളതൊക്കെ വിശ്വസിച്ച് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയും ഇനി ഇതെങ്ങനെയെങ്കിലും 10 ആളുകളിലേക്കൊന്ന് പറയാതെ ഒരു സമാധാനവുമില്ലാത്ത ഒരു മനസ്സായി മാറിയിട്ടുണ്ട് നമ്മുടെ. എവിടെ നിന്നൊക്കെയോ കിട്ടുന്നത്, ആരൊക്കെയോ ഷെയർ ചെയ്യുന്നത് എല്ലാം കണ്ടപാടെ കേട്ടപാടെ വിശ്വസിച്ച് അതെല്ലാം മനസ്സിലാക്കി ആളുകളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടി ഒരു ചായ കുടിക്ക്, അതിനുവേണ്ടി ഒരു ചായ കുടി, അതിനുവേണ്ടി ഒരു മീറ്റിംഗ്, അതിനുവേണ്ടി ഇത് ആളുകളിലേക്ക് 4 ആളുകളിലേക്ക് ഈ പറഞ്ഞ കാര്യം ഒന്ന് എത്തിക്കാൻ വേണ്ടി എല്ലാ ഗ്രൂപ്പുകളിലും കൃത്യമായി ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള നമ്മുടെ വ്യഗ്രത അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ച ഒരു സ്വഹാബിയെയാണ് ഈ ആയത്തിൽ ഫാസിഖ് എന്ന് വിളിച്ചത്. സഹോദരങ്ങളെ, എത്ര ഗൗരവകരമായ വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിന് ഏറെ ഗൗരവവും കാണിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഒരു ഷെയർ കൊണ്ടായിരിക്കാം, നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടായിരിക്കാം ആ ആൾക്ക് ഈ വിഷയത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവുക. ഒരുപക്ഷെ നമ്മൾ പിന്നീട് ഇത് തിരുത്തുന്നുണ്ടാകും. എന്നാൽ നമ്മൾ ഈ ഷെയർ ചെയ്ത് വിട്ട, നമ്മൾ ഈ കൊടുത്തു വിട്ട, നമ്മളിത് പറഞ്ഞ ആളുകളോടൊക്കെ ആര് പറഞ്ഞു തിരുത്താനാണ്? അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ആര് പറഞ്ഞു മാറ്റാനാണ്? ഇനി ആരൊക്കെ പറഞ്ഞാലാണ് അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂറത്തിന്റെ 12ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇജ്തനിബു കസീറൻ മിനദ്ദൻ, നിങ്ങൾ ഊഹാപോഹങ്ങളെ വിടിയണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഊഹാപോഹങ്ങളെ പരമാവധി അകറ്റി നിർത്തണം. വ ഇന്ന ബഅദ ഇസ്മുൻ, അതിൽ പലതും എന്താണ്? ഇസ്മാണ്, വലിയ പാപമാണ്. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഇമാം ഖത്താദ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് തഫ്സീർ തബരിയിൽ അദ്ദേഹം പറയുകയാണ്, ഇയ്യാകും വദ്ദൻ, നിങ്ങൾ ഊഹാപോഹങ്ങളെ സൂക്ഷിക്കണം. ഇത് വലിയ അപകടം പിടിച്ച സംഗതിയാണ്. ഫഇന്നഹു കദിബുൽ ഖൽബ്, അത് ഖൽബിന്റെ കളവാണ് എന്നാണ്. അത് നമ്മുടെ ഹൃദയം നമ്മളോട് പറയുന്ന കളവാണ് ഊഹാപോഹങ്ങൾ എന്ന് അദ്ദേഹം പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത് എത്ര ഗൗരവപ്പെട്ട ഒരു വിഷയമാണെന്ന് നോക്കൂ. ഈ സ്വഹാബി വലീദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഇൻ ജാഅകും ഫാസിഖുൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മനോവിഷമം എത്രയായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് പിന്നീട് പാരായണം ചെയ്യുമ്പോൾ ഈ ഫാസിഖ് എന്ന് ഈ ആയത്തിൽ പറഞ്ഞത് എന്നെയാണല്ലോ എന്നോർച്ച് ആ വ്യക്തി എത്രത്തോളം ദുഃഖിച്ചിട്ടുണ്ടാകും. ഞാൻ ആ വിഷയത്തിൽ അധികം സൂക്ഷ്മത കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നോർച്ച് ആ സ്വഹാബി എത്ര കണ്ട് ദുഃഖിച്ചിട്ടുണ്ടാകും, എത്ര കണ്ട് നിരാശപ്പെട്ടിട്ടുണ്ടാവും ആ ഒരു വിഷയത്തിൽ. ഞാൻ എടുത്തു ചാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വിവരം പറയാൻ പാടില്ലായിരുന്നു എന്ന് എത്ര കണ്ട സ്വഹാബി വിചാരിച്ചിട്ടുണ്ടാവും. പരിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് മായാതെ അങ്ങനെ കിടക്കുകയാണ്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഖീല, പറയപ്പെട്ടു, കൈഫ യഖ്റഉഹ, അദ്ദേഹം എങ്ങനെയായിരിക്കും പിന്നീട് ആ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിയിട്ടുണ്ടാവുക? പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അദ്ദേഹം എങ്ങനെയാണ് പിന്നെ പാരായണം ചെയ്തിട്ടുണ്ടാവുക? ഖാലു കാന യറാഹ തഅദീബൻ, അദ്ദേഹം അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഒരു അദബ് പഠിപ്പിച്ചു എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ലാ തഫ്സീഖൻ ദായിമ, അദ്ദേഹത്തെ പിന്നീട് ജീവിതകാലം മുഴുവൻ ഒരു ഫാസിഖായി മുദ്രകുത്താനല്ല ഈ ആയത്ത് അവതരിച്ചത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അദ്ദേഹം പശ്ചാത്തപിച്ചിട്ടുണ്ട് എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ന് രാവിലെ കൂടെ ഒരു പക്ഷേ നമ്മൾ ഇരുന്ന് ഇങ്ങനെ ഫോണിലൂടെ കണ്ടിട്ടുള്ള വാർത്തകളും
നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളും കാണുന്ന സംസാരങ്ങളുമെല്ലാം എത്ര കണ്ട് ആവേശത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നതും നിലപാടുകളിൽ എത്തിച്ചേരുന്നതും. എത്ര ഗൗരവകരമാണ് ഈ വിഷയം എന്ന് പറയുന്നത്. ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ പറയാ, അൽ മുഅ്മിനു യതസബ്ബതു, ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് യതസബ്ബതു, അവനൊരു വാർത്ത കേട്ടാൽ, അവനൊരു വിവരം കേട്ടാൽ, ഇന്നടുത്ത് ഇങ്ങനെ സംഭവിച്ചു എന്ന് കേട്ടാൽ, ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടാൽ യതസബ്ബതു, അവൻ ആ വിഷയത്തിൽ ഉറപ്പുവരുത്തും. എങ്ങനെ ഉറപ്പുവരുത്തും? അവൻ ഉറപ്പുവരുത്താൻ ഒരു മാധ്യമങ്ങളും ഇല്ല എങ്കിൽ അവനത് സ്വീകരിക്കുകയില്ല. അതാണ് അവന്റെ പ്രത്യേകത. വൽ മുനാഫിഖു യദീഉ, മുനാഫിക്കിന്റെ പ്രത്യേകത എന്താ? യദീഉ, അവനതിങ്ങനെ സ്പ്രെഡ് ചെയ്യും, അവനതിങ്ങനെ ആളുകളിലേക്ക് എത്തിക്കും. കേട്ടതെന്തോ, എന്താ കേട്ടത്, ആരാ പറഞ്ഞത്, എത്ര ക്രെഡിബിലിറ്റി ഉണ്ട്, അതിനെത്ര സ്വീകാര്യ യോഗ്യതയുണ്ട്, ഇത് സ്വീകരിക്കാനൊക്കെ കഴിയുന്നതാണോ? ആ പറഞ്ഞ ആള് അതിനു മുമ്പ് പറഞ്ഞത് എന്താ, അതിനു ശേഷം പറഞ്ഞത് എന്താ, ഏതൊരു അവസരത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്, ഇതൊന്നും അവന് വിഷയമല്ല. അവന് കിട്ടിയ പാടെങ്കിൽ എല്ലാവരിലേക്കും ഇത് എത്തിക്കുക, അവനൊരു കാഴ്ചപ്പാട് ആ വിഷയത്തിൽ. ഇങ്ങനെയാണ്, ഇപ്പൊ ഇവരിങ്ങനെയാണ് പറയുന്നത്, ഇന്ന പാർട്ടി അതാണ് അവരുടെ നിലപാട്, ഇന്ന സംഘടന ഇതാണ് അവരുടെ നിലപാട്, ഇങ്ങനെ സ്വീകരിക്കുകയാണ്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ വളരെ വലിയ അപകടം വിതച്ചിട്ടുള്ള ഒരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. പല ആളുകളും പല ഇമാമുമാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ സംഘടനയിലെ ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന വിഭാഗക്കാരന്റെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന്റെ പിന്നാലെ ആ പറഞ്ഞ ആൾ ഒരു നല്ല വ്യക്തിയായിരിക്കെ തന്നെ, അയാളൊരു മുസ്ലിം ആയിക്കൊള്ളട്ടെ, അയാളൊരു മുഅ്മിനായിക്കൊള്ളട്ടെ, പക്ഷെ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം പല വിഷയങ്ങളിലും ഗൗരവം കാണിക്കുന്നുണ്ട്. ആ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, എന്താണ് അയാൾ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ ആൾ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അതിനെന്ത് വസ്തുതയാണുള്ളത്? അയാൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇന്ന നേതാവ് ഇങ്ങനെ പറഞ്ഞു എന്ന് നമ്മളൊരു വാചകം കേൾക്കുന്നു, അതിന്റെ ഒരു വാലറ്റം കിട്ടിയ ഉടനെ ഇങ്ങനെയാണ്, ഇതാണ് അയാളുടെ സ്വഭാവം, ഇതാണ് അയാൾ പറഞ്ഞത് എന്ന് വിശ്വസിക്കാൻ മാത്രം എത്ര യോഗ്യതയുള്ള ആളാണത് പറഞ്ഞത് എന്ന് പറഞ്ഞാലും അത് ഉറപ്പുവരുത്തേണ്ടത് എന്ന അള്ളാഹുവിന്റെ കൽപ്പന അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല, ഇത് സക്കാത്തിന്റെ വിഷയത്തിന് മാത്രമല്ല, ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള വിഷയമാണ്. ഏതൊരു വാർത്തയിലും ഏതൊരു വിഷയത്തിലും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും അത് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അതിൽ ഉറപ്പുവരുത്താനും ക്ലാരിറ്റി വരുത്താനുമുള്ള നമ്മുടെ ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. ഏതൊരു വിഷയത്തിലും അത് ദീനിന്റെ വിഷയങ്ങളാകട്ടെ, ദീനിന്റെ പുറത്തുള്ള വിഷയങ്ങളാകട്ടെ, രാഷ്ട്രീയ വിഷയങ്ങളാകട്ടെ, ആഗോള തരത്തിലുള്ള വിഷയങ്ങളാകട്ടെ, സമകാലിക വിഷയങ്ങളാകട്ടെ, ഏതൊരു വിഷയത്തിലും ഒരു മുസ്ലിമിന് കൃത്യമായൊരു നിലപാടുണ്ടാകണം എന്നും, എന്നാൽ ആ നിലപാടും കാഴ്ചപ്പാടും അവൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ, ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചത് കണ്ടിട്ടോ, ഫോർവേഡ് ചെയ്തത് കണ്ടിട്ടോ, ഒരാളെ പറ്റിയോ ഒരു സമൂഹത്തിനെ പറ്റിയോ ഒരു സംഘടനയെ പറ്റിയോ ഏതെങ്കിലും ആളുകളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെയോ ഫേസ്ബുക്കിലെ കുറിപ്പുകളിലൂടെയോ അല്ല അവൻ മനസ്സിലാക്കേണ്ടത് എന്നതാണ് നമ്മൾ സംസാരിച്ചു വന്നതിന്റെ ഉള്ളടക്കം. ഇനി എങ്ങനെയാണ് ഒരു മുസ്ലിമിന് പിന്നെ സമകാലിക വിഷയങ്ങളിലും അന്താരാഷ്ട്ര വിഷയങ്ങളിലുമൊക്കെ അവന് വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ, പല വാർത്തകളും കേൾക്കുമ്പോൾ കൃത്യമായ ഒരു നിലപാടുണ്ടാവുക? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, അത് സമകാലികമാവട്ടെ അന്താരാഷ്ട്ര വിഷയങ്ങളാകട്ടെ, ഇതിലൊക്കെ എനിക്ക് കൃത്യമായ ഒരു നിലപാടുണ്ടാകണമെങ്കിൽ ഇതിന് പറ്റിയ സോഴ്സുകൾ എവിടെയാണ് എന്ന് അവൻ ചിന്തിച്ച് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കണം. ഏതൊരു വിഷയത്തിനും ഇസ്ലാമിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ദീനിന് പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഇസ്ലാമിന്റെ കണ്ണിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ, ആ വചനങ്ങളുടെ വിശദീകരണങ്ങളിലൂടെ എങ്ങനെയാണ് ഈ ലോകത്തെ നമുക്ക് കാണാൻ കഴിയുക എന്ന് നമ്മുടെ നഫ്സിനെ ട്രെയിൻ ചെയ്തെടുക്കലാണ് അതിനുള്ള സൊല്യൂഷൻ. ഏതൊരു വിഷയത്തിലും
ഏതൊരു വിഷയമാകട്ടെ ഇസ്ലാമിന്റെ കണ്ണിലൂടെ ഞാൻ ഇതിനെ കാണുന്നു, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലൂടെ ഞാൻ ഈ വിഷയത്തെ വീക്ഷിച്ച് ആ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് ഞാൻ സ്വീകരിക്കുക എന്നതായിരിക്കണം ഒരു മുഅ്മിനിന്റെ ശൈലി എന്ന് പറയുന്നത്. അതിനായി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന മാർഗങ്ങളും അതിനായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോഴ്സുകളും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതും. നമുക്ക് ചുറ്റും അതിനായി ധാരാളം സോഴ്സുകളുണ്ട്. ഇന്നിപ്പോ ഇവിടെ ഈ പള്ളിയിലേക്ക് നിങ്ങൾ വരുമ്പോ ഫ്രണ്ടിൽ ഒരു നേർപ്പദം എന്നൊരു വാരിക അവിടെ വെച്ചിട്ടുണ്ട്. പല ആളുകളുടെയും വീട്ടിൽ, ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും, ഞാനടക്കം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു പക്ഷേ ഈ വാരിക ഇങ്ങനെ വരുന്നുണ്ട്. അതിങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് അതിന്റെ സീല് പൊട്ടിക്കാതെ, അതിന്റെ ആ ഒരു പുറം ചട്ട പോലും ഒന്ന് തുറന്നു നോക്കാതെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ കുഞ്ഞുകൂടി കിടക്കുന്നുണ്ടാകും. ഇന്ന് നമ്മൾ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിജാബിന്റെ വിഷയങ്ങളാകട്ടെ, രാഷ്ട്രീയ വിഷയങ്ങളാകട്ടെ, ആരോപണങ്ങളുടെ വിഷയങ്ങളാകട്ടെ, ഇസ്ലാമിനെതിരെ ഓറിയന്റലിസ്റ്റുകൾ അടക്കം നമ്മുടെ നാടുകളിലുള്ള നിരീശ്വരവാദികളും യുക്തിവാദികളും അടക്കം അവരുന്നയിച്ചു കൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കുമുള്ള കൃത്യമായ ഇസ്ലാമിന്റെ വീക്ഷണത്തിലൂടെ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വീക്ഷണങ്ങളിലൂടെയുള്ള മറുപടികളും നിലപാടുകളും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സോഴ്സാണ് നേർപ്പദം എന്ന് പറയുന്ന ആ ഒരു മാസിക. ആ ഒരു മാഗസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാഗസിന്റെ പ്രൊമോഷന് വേണ്ടിയോ, നിങ്ങളൊക്കെ മാഗസിൻ വരുത്താൻ വേണ്ടി എല്ലാവരുടെയും വീട്ടിൽ ഇത് വരുത്തി ഒരുപാട് വരിക്കാരുണ്ടാകാൻ വേണ്ടിയൊന്നുമല്ല ഈ സംസാരം. കാരണം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലൊക്കെ കൃത്യമായൊരു നിലപാടിൽ എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പാടാണ് ആളുകളിൽ നിന്നത് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഒരൊറ്റ വിഷയത്തിൽ തന്നെ ധാരാളം പണ്ഡിതന്മാരുടെ കൈകടത്തലുകൾ കയറിയിറങ്ങിയ ഒരു ബുക്ക് എന്ന് പറയുന്നത് അത് വളരെയേറെ വാല്യുബിൾ ആയ ഒരു ബുക്കാണ്. അതൊരിക്കലും നമുക്ക് മൂല്യം കണക്കാക്കാൻ കഴിയില്ല. ഒരു വിഷയത്തിൽ ഒരു നിലപാട് പറയുകയും ഇസ്ലാമിന്റെ വീക്ഷണത്തിലൂടെ കൃത്യമായ അഹ്ലുസുന്നയുടെ കാഴ്ചപ്പാടിലൂടെ ഏതൊരു വിഷയത്തെയും കാണാൻ കഴിയുകയും ആ വിഷയങ്ങളിലൊക്കെ പല പണ്ഡിതന്മാരുടെയും പല ഉലമാക്കളുടെയും അഭിപ്രായങ്ങൾ കോർത്തിണക്കി ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുക എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഇങ്ങനെയുള്ള സോഴ്സുകളെ കണ്ടെത്തി അതിൽ നിന്ന് ഒരു കാഴ്ചപ്പാടിൽ എത്തിച്ചേരലും അതിലൂടെ നമുക്കൊരു നിലപാടുണ്ടാകലും ഏറെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇസ്ലാമിനെ നമ്മൾ തന്നെ തെറ്റിദ്ധരിക്കാനും ഇസ്ലാമിനെ കോട്ടി മാറ്റി വക്രീകരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്ന പല ആളുകളുടെയും സംസാരത്തിലൂടെ ഇസ്ലാമിനെ നമ്മൾ തന്നെ തെറ്റിദ്ധരിച്ച് ഇതൊക്കെയാണോ ഇസ്ലാം, ഇതൊക്കെ ഞാനെങ്ങനെ എൻ്റെ സഹപ്രവർത്തകരോട് പറയും, ഈ വിഷയം ഇപ്പൊ എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ നാട്ടിലുള്ള ആളുകളും എന്നോട് ചോദിച്ചാൽ ഞാനെങ്ങനെ ഇതിന് മറുപടി പറയും? ഇതാണോ ഇസ്ലാം പറയുന്നത്? ഇതാണോ ഇസ്ലാമിന് അവിശ്വാസികളോടുള്ള കാഴ്ചപ്പാട്? ഇതാണോ ഇസ്ലാം കാഫിറുകളോട് സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന, ഇസ്ലാമിനെ സ്വീകരിച്ച ഒരു മുസ്ലിമിന് തന്നെ തോന്നിപ്പോകുന്ന തരത്തിൽ വാർത്തകളെയും വിഷയങ്ങളെയും ആയത്തുകളെയും ഹദീസുകളെയും ചരിത്രങ്ങളെയും കോട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അവനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സോഴ്സുകളിൽ നിന്ന് ഇൽമു നേടുകയും മറ്റേത് വിഷയങ്ങളിലും ദീനിന്റെ പുറത്തുള്ള വിഷയങ്ങളാണെങ്കിലും അതിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കേണ്ടത് ഇസ്ലാമിന്റെ കണ്ണിലൂടെ ആ വാർത്തയെ കണ്ടിട്ടാണ് എന്നും ഒരു മുസ്ലിം ആ വിഷയത്തിൽ ഏറെ ഗൗരവം പാലിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ധാരാളം വാർത്തകളിലൂടെ കയറിയിറങ്ങുമ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ നാളെ പരലോകത്ത് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്ന ഒരു രംഗം സഹോദരങ്ങളെ നമുക്കുണ്ടാകും. നാളെ നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇന്ന വാർത്ത നീ ആളുകളിലേക്ക് എത്തിച്ചല്ലോ, നിന്റെ ഫാമിലി ഗ്രൂപ്പിലും നിന്റെ സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പിലും ഒക്കെ നീ വാർത്ത എത്തിച്ചിട്ടുണ്ടല്ലോ, എന്തായിരുന്നു ആ വാർത്തയുടെ സത്യാവസ്ഥ എന്ന് ചോദിച്ചാൽ അത് അറിയില്ല റബ്ബേ, ഏതോ ന്യൂസ് ചാനലിൽ വന്നു, ഏതോ പേജിൽ വന്നു, ആരോ ഷെയർ ചെയ്തു, ആരോ എനിക്കിട്ട് തന്നു, ആരുടെയോ സ്റ്റാറ്റസിൽ കണ്ടു എന്ന മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അത് വിലപ്പോകുന്നതല്ല. അതിന് പകരം കൊടുക്കേണ്ടി വരിക ഒരുപക്ഷെ നമ്മുടെ ഈ ജുമാ നമസ്കാരമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഖുർആനിന്റെ പാരായണങ്ങളായിരിക്കാം, ഒരുപക്ഷെ റമളാനിന്റെ ബുദ്ധിമുട്ടിയെടുത്ത നമ്മുടെ നോമ്പുകളായിരിക്കും. ഇതിന് പകരം ഒരു ഷെയർ കൊണ്ട് അതിന് പകരം നമ്മൾ നൽകേണ്ടി വരിക. അതുകൊണ്ട് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, ഈ വരുന്ന ദിവസം ഒരു വിജ്ഞാനവേദി ഈ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. തൗഹീദും ആയി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ തന്നെ തൗഹീദും റിസാലത്തും ആഖിറത്തും എന്ന വിഷയത്തിലാണ്
ഈ വരുന്ന വിജ്ഞാനവേദി നമുക്കുള്ളത്. തൗഹീദിനെ സംബന്ധിച്ചും ആഖിറത്തിനെ സംബന്ധിച്ചും റിസാലത്തിനെ സംബന്ധിച്ചുമൊക്കെ ഹദീസ് നിഷേധികളായ ആളുകളും അഖലാനികളുമൊക്കെ വളരെയേറെ കൂട്ടിമാറ്റി, എന്തിന് ഖബർ ശിക്ഷ പോലും ഇല്ല, അത് ഖുർആനിൽ പ്രതിപാദിച്ചിട്ടില്ല, ഖബർ ശിക്ഷയൊക്കെ വെറും മിഥ്യയാണ്, അതൊക്കെ ആളുകൾ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പോലും പറഞ്ഞെത്തിക്കുന്നിടത്ത് മിമ്പറുകളിലെ ഖുതുബ പറയുന്ന പണ്ഡിതന്മാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സോഴ്സുകളിൽ നിന്ന്, അഹ്ലുസുന്നയുടെ ഏറ്റവും കൃത്യമായ ശൈലിയിൽ നിന്ന് ദീന് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കിക്കൂടാ. അതിന് പകരമായി നമ്മൾ വെക്കേണ്ടുന്ന സമയം എന്ന് പറയുന്നത് പല തെറ്റിദ്ധാരണകളും ഉൾക്കൊള്ളുന്ന സംസാരങ്ങളാണ് എങ്കിൽ അതും അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ നമ്മൾ മറുപടി പറയേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് ഈ വരുന്ന 30-ാം തീയതി ഞായറാഴ്ച 6:30 മണിക്ക് പെരുമ്പാവൂര് വെച്ചിട്ടാണ് ആ ഒരു പ്രോഗ്രാം നടക്കുന്നത്. തൗഹീദിനെ സംബന്ധിച്ച് വിശാലമായ ഒരു സംസാരം, അതുപോലെ റിസാലത്തിനെ സംബന്ധിച്ചും ആഖിറത്തിനെ സംബന്ധിച്ചുമൊക്കെ വളരെ വിശാലമായ ഒരു സംസാരമായിരിക്കും അവിടെ ഉണ്ടാവുക. നമ്മളിൽ കഴിയുന്ന ആളുകൾ എല്ലാവരും അവർ സംസാരത്തിലേക്ക് എത്തിച്ചേരണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ഉപ്പമാര്, നമ്മുടെ കാരണവന്മാര്, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. اللهم أنجِ المستضعفين من المؤمنين في فلسطين. اللهم أصلح حال إخواننا المسلمين في فلسطين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين وأقم الصلاة.